ജനവിധിയിലൂടെ അധികാരത്തിലെത്തിയ സർക്കാരിനോട് ഇന്ത്യൻ ജനാധിപത്യം ചെയ്തത് എന്താണ്? ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയ സർക്കാരിനെ ജനങ്ങൾ സമരം ചെയ്ത് പുറത്താക്കിയ മഹാനാടകത്തിന് പിന്നിൽ നിരവധി അണിയറ രഹസ്യങ്ങളുണ്ട്. വിമോചന സമരം കേരള ചരിത്രത്തിലെ ഏറ്റവും സംഘർഷപൂരിതമായ അധ്യായങ്ങളിലൊന്നാണ്. ഭരണ അസ്ഥിരതയ്ക്ക് കുപ്രസിദ്ധി നേടിയ സംസ്ഥാനത്താണ് നേരിയ ഭൂരിപക്ഷവുമായി EMS മന്ത്രിസഭ അധികാരമേറ്റത്. കമ്മ്യൂണിസ്റ്റ് ഭരണം അല്പായുസായിരിക്കുമെന്ന് നിരീക്ഷകർ വിധിയെഴുതി. മന്ത്രിസഭയെ മറിച്ചിടാൻ പല ശ്രമങ്ങളും നടന്നു. MLA-മാർക്ക് പണം കൊടുത്ത് കൂറുമാറ്റാനുള്ള ശ്രമം പോലുമുണ്ടായി. പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു. ദേവികുളം ഉപതെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റുകാരെ തോൽപ്പിക്കാൻ വിരുദ്ധന്മാർക്ക് കഴിഞ്ഞില്ല. കുളത്തുങ്കൽ പോത്തൻ എന്ന് പറഞ്ഞ ഒരു പ്രമാണിയാണ് അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. അവർ കാട്ടാക്കട ബാലകൃഷ്ണപിള്ള എന്ന് പറഞ്ഞ ഒരു MLA ഏതാണ്ട് ചാക്കിൽ കയറ്റിയതാണ്. 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തു. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1 ലക്ഷമല്ല, വളരെ നമുക്ക് ഊഹാതീതമായ അത്ര വലിയ സംഖ്യയാണ്. അപ്പോൾ അദ്ദേഹം കൂറുമാറാമെന്ന് ഏറെക്കുറെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ പാർട്ടിക്കാർ അതിനു മുമ്പ് ഈ ചതി കണ്ടുപിടിച്ച് അദ്ദേഹത്തെ മാറ്റിക്കളഞ്ഞു. വിദ്യാഭ്യാസത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വിദ്യാഭ്യാസം പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ നിയന്ത്രണത്തിലാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയുടെ ഈ പ്രഖ്യാപനം സ്കൂൾ മാനേജർമാരെ പ്രകോപിപ്പിച്ചു. അഴിമതിക്കാരായ സ്കൂൾ മാനേജർമാർക്ക് മൂക്കുകയറിടാനാണ് പുതിയ നിയമമെന്ന് മുണ്ടശ്ശേരി തറപ്പിച്ചു പറഞ്ഞു. ഈ പെരുമ്പറ മുഴക്കൽ വിദ്യാഭ്യാസ മുതലാളിമാരെ ചൊടിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പിറന്നു വീഴും മുൻപ് തന്നെ വിദ്യാഭ്യാസ ബിൽ വിവാദ വിഷയമായി. ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ട് 1957 ജൂലൈ 7-ന് വിദ്യാഭ്യാസ ബിൽ പ്രസിദ്ധപ്പെടുത്തി. വളരെയൊന്നും വിപ്ലവകരമായിരുന്നില്ല മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബിൽ. കോൺഗ്രസ് ഭരിച്ചിരുന്ന മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും രാജസ്ഥാനിലും ഏതാണ്ട് ഇതേ വ്യവസ്ഥകളോടുകൂടിയ നിയമമാണ് നിലനിന്നിരുന്നത്. കേരള വിദ്യാഭ്യാസ നിയമത്തിലെ പല വ്യവസ്ഥകളും കോൺഗ്രസ് ഭരിക്കുന്ന ആന്ധ്രാപ്രദേശ് വിദ്യാഭ്യാസ നിയമത്തിൽ നിന്ന് കടം കൊണ്ടതുമായിരുന്നു. പക്ഷേ കത്തോലിക്ക സഭയും പ്രതിപക്ഷ നേതാവ് PT ചാക്കോയും രൂക്ഷമായി പ്രതികരിച്ചു. സ്വകാര്യ സ്കൂളുകളിലെ അധ്യാപക നിയമനം PSCക്ക് വിടാൻ ശുപാർശ ചെയ്യുന്ന 11-ാം വകുപ്പിനെ സഭ നഖശിഖാന്തം എതിർത്തു. അടിയന്തര ഘട്ടങ്ങളിൽ സ്കൂൾ ഏറ്റെടുക്കാൻ അനുമതി നൽകുന്ന 14, 15 വകുപ്പുകളും ആക്ഷേപത്തിനിടയാക്കി. 1957 ജൂലൈ 13-ന് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. ജൂലൈ 20-ന് ബിൽ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. തൊട്ടടുത്ത ദിവസം പ്രതിഷേധ സൂചകമായി കത്തോലിക്കർ പ്രാർത്ഥനാ ദിനം ആചരിച്ചു. സുദീർഘമായ വാദപ്രതിവാദത്തിനൊടുവിൽ സെപ്റ്റംബർ 2-ന് വിദ്യാഭ്യാസ ബിൽ നിയമസഭ പാസാക്കി. കത്തോലിക്ക സഭ ഉറഞ്ഞുതുള്ളി. ചങ്ങനാശ്ശേരി അതിരൂപതയായിരുന്നു സമരത്തിന്റെ പ്രഭവ കേന്ദ്രം. വാളുള്ളവർ വാളെടുക്കട്ടെ എന്നും ഇല്ലാത്തവർ മടിശീല വിറ്റ് വാൾ വാങ്ങട്ടെ എന്നും സഭ കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പോലെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ കേരളത്തിലെ കത്തോലിക്ക സഭ ഒരിക്കലും തരണം ചെയ്യേണ്ടി വന്നിട്ടില്ല. സനാതനങ്ങളായി നാം കരുതുന്ന എല്ലാ തത്വങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന നിരീശ്വരവാദികളും മതവിരോധികളുമായ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് കേരളത്തിന്റെ ഭരണാധികാരികളായി വന്നിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായ അധ്യാപകർ നിറഞ്ഞ വിദ്യാലയത്തിൽ കുട്ടികളെ അഭ്യസിപ്പിക്കുന്നത് വിഷസർപ്പങ്ങളുടെ മുന്നിലേക്ക് നിസ്സഹായരായ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ മഹത്തായ തിരുവചനം ഉദ്ഘോഷിക്കും പോലെ. എന്നാൽ ഇപ്പോൾ മടിശീലുള്ളവൻ അതെടുക്കട്ടെ, അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ തന്റെ വസ്ത്രം വിറ്റും വാൾ വാങ്ങൻ. കത്തോലിക്ക മെത്രാൻമാർ ഗവർണറെ കണ്ട് നിയമസഭ പാസാക്കിയ ബില്ലിന് അനുമതി നൽകരുതെന്നാവശ്യപ്പെട്ടു. ഗവർണർ B. രാമകൃഷ്ണ റാവു തന്ത്രപൂർവ്വം ബിൽ രാഷ്ട്രപതിക്ക് അയച്ചു. രാഷ്ട്രപതി അത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വിട്ടു. പ്രക്ഷോഭ നാടകങ്ങളുടെ 1-ാം അംഗത്തിന് അങ്ങനെ തിരശ്ശീല വീണു. ചീഫ് ജസ്റ്റിസ് SR ദാസ് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് വിദ്യാഭ്യാസ നിയമം തലനാരിഴകീറി പരിശോധിച്ചു. സ്കൂളുകൾ ഏറ്റെടുക്കാൻ അധികാരം നൽകുന്ന 14, 15 വകുപ്പുകൾ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ബാധകമായിരിക്കില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. 11-ാം വകുപ്പടക്കം ബാക്കി വ്യവസ്ഥകളെല്ലാം സാധുവാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. സുപ്രീം കോടതി നിർദ്ദേശിച്ച നേരിയ മാറ്റങ്ങളോടെ 1958 നവംബർ 28-ന് വിദ്യാഭ്യാസ ബിൽ നിയമസഭ വീണ്ടും പാസാക്കി. കോടതി വിധി അംഗീകരിക്കാനോ നിയമം അനുസരിക്കാനോ സഭ കൂട്ടാക്കിയില്ല. അവർ പ്രക്ഷോഭപാതയിൽ പ്രവേശിച്ചു. അപ്പോഴേക്കും സംസ്ഥാനത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പാടെ മാറിയിരുന്നു. കാലം പോയി, കാലം പോയി, കാലം പോയി, കാലം പോയി, ചെമ്പടയുടെ കാലം പോയി, ചെമ്പടയുടെ കാലം പോയി. റഷ്യൻ ചെമ്പട വന്നാലും, റഷ്യൻ ചെമ്പട വന്നാലും കേരള മക്കൾ കുലുങ്ങില്ല, കേരള മക്കൾ കുലുങ്ങില്ല. NSSും SNDPയും മുസ്ലിം മാനേജ്മെന്റും വിദ്യാഭ്യാസ ബില്ലിന് അനുകൂലമായ നിലപാടാണ് തുടക്കത്തിൽ സ്വീകരിച്ചത്. എന്നാൽ കാർഷിക ബന്ധ ബിൽ അവതരിപ്പിച്ചതോടെ NSS സർക്കാരിനെതിരായി. അതുവരെ ബില്ലിനെ അനുകൂലിച്ചിരുന്ന മന്നത്ത് പത്മനാഭൻ മാനേജർമാരുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസ ബില്ലിന്റെ കാര്യത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ക്രിസ്ത്യാനിയും നായരും തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് നായർ സമുദായത്തിന് ചുറ്റും തീ പടർന്നു പിടിച്ചിരിക്കുകയാണെന്ന് നാം ഓർക്കണം.
നായന്മാരാരെങ്കിലും കമ്മ്യൂണിസത്തിൽപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ അതിനോട് യാത്ര പറഞ്ഞ് നാളെ തന്നെ അമ്പലത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തി ഇറങ്ങിപ്പോരട്ടെ. നിയമസഭയിൽ രണ്ടുപേരുടെ ഭൂരിപക്ഷമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്ന് കരുതേണ്ടെന്ന് മന്നത്ത് പത്മനാഭൻ സർക്കാരിനെ താക്കീത് ചെയ്തു. മൂലധന ശക്തികളും സാമുദായിക നേതൃത്വങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മുന്നണിയുടെ കൊടിക്കീഴിൽ അണിനിരന്നു. മാർക്സിസം ലെനിനിസം അടിസ്ഥാന പ്രമാണമാക്കിയ RSPയും വിരുദ്ധരുടെ കൂട്ടത്തിലായിരുന്നു. എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ച് 1959 ജൂൺ 11 ബിൽ പാസായി. പിറ്റേ ദിവസം അതിഗംഭീരമായ ഹർത്താലോടെ വിമോചന സമരം ആരംഭിച്ചു. അതിനിടയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ വിധി നിർണയിച്ച മറ്റൊരു സംഭവം കൂടിയുണ്ടായി. 1959 AICC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വിജയിച്ചു. പിന്നാലെ KPCCയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. KA ദാമോദരമേനോനെ പരാജയപ്പെടുത്തി R ശങ്കർ KPCC അധ്യക്ഷനായി. PT ചാക്കോ R ശങ്കർ അച്യുതണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കെട്ടുകെട്ടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഇന്ദിരാഗാന്ധിയുടെ പൂർണ്ണ പിന്തുണ ഇവർക്കുണ്ടായിരുന്നു. അങ്ങനെ വിമോചന സമരത്തിന് യവനിക ഉയർന്നു. ജൂൺ 12 ഹർത്താൽ ഗംഭീര വിജയമായിരുന്നു. തൊട്ടടുത്ത ദിവസം വൈകുന്നേരം അങ്കമാലിയിൽ വെടിപൊട്ടി. 7 പേർ രക്തസാക്ഷികളായി. അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ സോദരരുണ്ടെങ്കിൽ ആ കല്ലറയാണ് കട്ടായം. പകരം ഞങ്ങൾ ചോദിക്കും. മരിച്ചവരെല്ലാം നിർധനരായ കത്തോലിക്കർ. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ മാരകായുധങ്ങളുമായി എത്തിയവർക്ക് നേരെ പ്രാണരക്ഷാർത്ഥം വെടിവെച്ചു എന്നായിരുന്നു സർക്കാർ പത്രക്കുറിപ്പ്. നിരായുധരും നിരപരാധികളുമായ ജനക്കൂട്ടത്തിന് നേരെ പ്രകോപനമില്ലാതെ പോലീസ് വെടിവെച്ചു എന്നായിരുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങളുടെ ഭാഷ്യം. സ്കൂളുകൾ തുറക്കേണ്ട ദിവസമായിരുന്നു ജൂൺ 15. സ്കൂളുകൾ തുറക്കണമെന്നത് സർക്കാരിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ആവശ്യം. തുറക്കാതെ നോക്കേണ്ടത് കത്തോലിക്ക സഭയുടെയും NSSന്റെയും അഭിമാന പ്രശ്നം. സ്കൂളുകൾക്കെല്ലാം മുന്നിൽ പിക്കറ്റിംഗ്. പോലീസ് പരക്കെ ലാത്തിവീശി. അങ്കമാലി വെടിവെയ്പ് കഴിഞ്ഞ് 2ാം ദിവസം തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളായ വെട്ടുകാടും പുല്ലുവിളയിലും പോലീസ് വെടിവെച്ചു. ആകെ രക്തസാക്ഷികൾ 5. ജൂൺ 27 മുസ്ലിം ലീഗ് അതിന്റെ ചരിത്രപരമായ പങ്ക് നിറവേറ്റി. വിമോചന സമരത്തിൽ അരങ്ങേറ്റം കുറിച്ചു. ജൂൺ 29 മുതൽ RSPയും പിക്കറ്റിങ്ങിനിറങ്ങി. ജൂൺ അവസാനിക്കുമ്പോഴേക്കും കേരള രാഷ്ട്രീയം കലികൊണ്ട പടിഞ്ഞാറൻ കടൽ പോലെ ഇളകി മറിഞ്ഞു. മധ്യ കേരളത്തിൽ കത്തോലിക്ക മേധാവിത്വമുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ ഈ സമരവും അതുമായി ബന്ധപ്പെട്ട സാമുദായിക സംഘർഷവും ഉണ്ടായിരുന്നു. ഈ വിമോചന സമരം എന്ന് പറഞ്ഞാൽ വർഗ്ഗസമരം മാത്രമല്ല, വർഗീയ സമരവും കൂടിയാണ്. അത് ഈഴവരെയും അതുപോലെ പുലേരെയും ഒക്കെ ഈ ക്രിസ്ത്യൻ നായർ പ്രമാണിമാർ ഓടിച്ചിട്ട് തല്ലുന്ന ഒരു സമരവും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ജൂലൈ 3 ചെറിയതുറയിൽ ഫ്ലോറി എന്ന ഗർഭിണിയടക്കം 3 പേർ കൂടി വെടികൊണ്ടു വീണു. വിമോചന സമരത്തിന്റെ ആകെ രക്തസാക്ഷികൾ 15ആയി. സ്ഥിതിഗതികൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ പ്രധാനമന്ത്രി കേരളത്തിലെത്തി. കേരളത്തിലേത് ജനകീയ സമരമാണെന്നായിരുന്നു നെഹ്റുവിന്റെ അഭിപ്രായം. അപ്പോൾ തന്നെ സർക്കാരിന്റെ വിധി കുറിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്കമാലി കല്ലറയിൽ നിന്ന് കൊളുത്തിയ ദീപശിഖ ജൂലൈ 15 തിരുവനന്തപുരത്തെത്തി. രാജ്യദ്രോഹികളായ കമ്മ്യൂണിസ്റ്റുകാരെ അവരുടെ പിതൃരാജ്യമായ റഷ്യയിലേക്ക് തുരത്തുമെന്ന് മന്നത്ത് പത്മനാഭൻ ഗർജിച്ചു. ക്രമസമാധാന നില തകർന്നുവെന്ന് ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് ചെയ്തു. ഭൂരിപക്ഷമുള്ള സർക്കാരിനെ ഭരണഘടനയുടെ 356 അനുച്ഛേദ പ്രകാരം പിരിച്ചുവിടരുത് എന്ന് വാദിക്കാൻ കേന്ദ്രമന്ത്രിസഭയിൽ മൊറാർജി ദേശായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിരിച്ചുവിടുന്നത് പിൽക്കാലത്ത് ആപൽക്കരമായി തീരുമെന്ന രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിന്റെ വാക്കുകൾക്ക് നെഹ്റുവിന്റെ മറുപടി മൗനമായിരുന്നു. വിമോചന സമരം വിജയിച്ചു. 1959 ജൂലൈ 31 ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ചരിത്രത്തിന്റെ ഭാഗമായി. ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് രാമൻകുട്ടി. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ഇന്ത്യൻ ഭരണഘടനയിലെ 356 വകുപ്പ് പ്രകാരം പിരിച്ചുവിട്ടതായി ഇംഗ്ലണ്ടുമായുള്ള ഭാരതം വിമോചന സമരത്തിന്റെ പിതൃത്വം കേരളത്തിലെ വർഗീയ ശക്തികൾക്കുള്ളതാണ്. സമരം വിജയിച്ചതോടെ കേരള രാഷ്ട്രീയത്തിൽ സാമുദായിക ശക്തികളുടെ പ്രാമാണ്യം വർദ്ധിച്ചു. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അട്ടിമറിച്ച അതേ ശക്തികൾ 5 വർഷത്തിനകം കോൺഗ്രസ് സർക്കാരിനും അന്ത്യകൂദാശ നൽകി. വിമോചന സമരത്തിന്റെ സന്തതിയായി കേരള കോൺഗ്രസ് ജനിച്ചു. സൂര്യന് താഴെ എല്ലാത്തിനും ഒരു കാലമുണ്ട്.
വിതയ്ക്കാനും കൊയ്യാനും മറക്കാനും ഒരു കാലം, ഓർമ്മിക്കാൻ മറ്റൊരു കാലം. അങ്കമാലി കല്ലറയിൽ പുഷ്പാർച്ചനയും പാട്ടുകുർബാനയും ചേരുംപടി നടന്നു. കോൺഗ്രസും കേരള കോൺഗ്രസും രക്തസാക്ഷികളെ ഏറ്റെടുത്തു. പിന്നീടെപ്പോഴോ രക്തസാക്ഷികൾ അപ്രസക്തരായി. മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന മാർസിയൻ വചനം അനർത്ഥമായി നിന്നു. ആ ഗവൺമെൻറ് 28 മാസം നിലനിന്നതിന് ശേഷം താഴെ വീണുവെങ്കിലും അതിന് കീഴിൽ തുടങ്ങിവെച്ച പല നടപടികളും പിന്നെയും തുടർന്നു. അതിന് സഹായിച്ച മുഖ്യ കാര്യം 1957-59 കാലത്ത് ചെയ്ത കാര്യങ്ങളിൽ ജനങ്ങൾക്കുണ്ടായിരുന്ന സംതൃപ്തിയാണ്. 1960 വന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഗവൺമെൻറ്റിന് പോലും 1957-59 നിയമങ്ങളും നടപടികളും മുഴുവൻ റദ്ദാക്കാൻ കഴിഞ്ഞില്ല.